നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 53. ഇതിലെഴുമാദിമശക്തിയിങ്ങു കാണുന്നിതു സകലം പെരുമാതി ബീജമാകും മതിയതിലാക്കി മറന്നിരാതെ മായാമതിയറുവാൻ മനനം തുടർന്നിടേണം. ഉണ്ടെന്നും ഇല്ലെന്നും ഒരേ സമയത്തോ മാറി മാറിയോ തോന്നാൻ ഇടവരുത്തുന്ന ബുദ്ധി ഏതോ അതിനെയാണ് മായാമതി എന്ന് പറഞ്ഞു പോരുന്നത്. ഉണ്ടെന്നും ഇല്ലെന്നും ഒരേ സമയത്തോ മാറി മാറിയോ തോന്നാൻ ഇടവരുത്തുന്ന ബുദ്ധി ഏതോ അതിനെയാണ് മായാമതി എന്ന് പറഞ്ഞു പോരുന്നത്. ഒരാളെ കണ്ട് സ്നേഹിച്ചു, അയാൾ ഇങ്ങോട്ടും സ്നേഹിച്ചു. അപ്പോൾ പരസ്പരം തോന്നിയ സ്നേഹവും വിശ്വാസവും അസാധാരണമായി തോന്നി. രണ്ടുപേരും അതിൽ ആഹ്ലാദിച്ചു. പിന്നെ നിസ്സാരമായ ഒരു കാര്യത്തിൻ്റെ പേരിൽ തെറ്റിദ്ധാരണയുണ്ടായി. അപ്പോൾ മനസ്സു വേദനിച്ചു. തെറ്റിദ്ധാരണ ഉണ്ടായത് മറുവശത്ത് ആത്മാർത്ഥത ഇല്ലാതിരുന്നതിനാലാണെന്ന് അന്യോന്യം കുറ്റപ്പെടുത്തി. അത് കൂടുതൽ വിരോധത്തിന് കാരണമായി. സ്നേഹമെന്ന് പറയുന്നതേ തെറ്റാണ്, സ്നേഹിച്ചത് അബദ്ധമായി പോയി എന്നിങ്ങനെയുള്ള നിഗമനത്തിൽ അവർ എത്തി. ഇനിയും ആരെയും സ്നേഹിക്കുകയില്ലെന്ന് ശപഥം ചെയ്തു. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ മാനസികാവസ്ഥയ്ക്ക് മിക്ക ആളുകളും അടിമപ്പെടുന്നത് നാം കാണുന്നുണ്ട്. മുകളിൽ പറഞ്ഞ മാതിരി ഘടകവിരുദ്ധമായ ആശയങ്ങൾ ഉൾക്കൊള്ളാനും തെറ്റായ ധാരണകളും നിഗമനങ്ങളും കൊണ്ട് ജീവിതത്തെ ദുഃഖപൂർണമാക്കാനും ഇടവരുത്തുന്ന അനേകം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അറിവിലേക്കു തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മുറിവില്ലാതെ അത് പ്രവഹിക്കുകയാണ്. ആയിരം പേരുകൾ, അതിനെല്ലാം സമാന്തരമായ രൂപങ്ങൾ അല്ലെങ്കിൽ കൽപ്പനകൾ, അവയോടെല്ലാം തോന്നുന്ന പ്രിയങ്ങളും അപ്രിയങ്ങളും, അതെല്ലാം ഉളവാക്കുന്ന ഓർമ്മകൾ, പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ, ആഗ്രഹനിവൃത്തിക്കായി ചിന്തിച്ചു കൂട്ടുന്ന ഉപായങ്ങൾ, ഉപായങ്ങളെ പ്രയോഗക്ഷമമാക്കാനായി ചെയ്യുന്ന പ്രവൃത്തികൾ, ഇങ്ങനെ എന്തെല്ലാമായിട്ടാണ് അറിവ് രൂപാന്തരപ്പെടുന്നതെന്ന് പൂർണ്ണമായി എണ്ണാവുന്നതല്ല. അതൊരു ശക്തിപ്രവാഹമാണെന്ന് ഒറ്റ നോട്ടം കൊണ്ട് തന്നെ മനസ്സിലാക്കാം. ഇതെല്ലാം എവിടെ നിന്നും ആരംഭിച്ചു? അല്ലെങ്കിൽ ഈ ശക്തിപ്രവാഹത്തിൻ്റെ ഉറവിടം ഏതെന്ന് ചോദിച്ചാൽ ഇല്ലായ്മയുടെ പര്യായമായ മായയാണെന്ന് പറഞ്ഞുകൂടാ. നിഴലിന് ഉണ്മയില്ലെങ്കിലും വെളിച്ചമുണ്ടെങ്കിലേ നിഴലുള്ളൂ. വെളിച്ചം, ഇരുട്ട്, അറിവ്, അറിവില്ലായ്മ, ഉണ്മ, ഇല്ലായ്മ എന്നിങ്ങനെ എല്ലാ ദ്വൈതങ്ങൾക്കും ഇടം കൊടുക്കുന്നതും എന്നാൽ എല്ലാറ്റിനും അതിരിക്തമായിരിക്കുന്നതുമായ പരമ്പൊരുളിൽ നിന്നു വേണം ഉൽപ്പത്തി ഉണ്ടാകുവാൻ. സ്ഥിതിയും നാശവും അതിന് പുറത്താകാൻ വഴിയില്ല. ഓം എന്നു പറയുന്ന പ്രണവധ്വനി പ്രളയനം ചെയ്യുന്നത് ഏതൊരു ശാന്തിയുടെ പരമധാമമായ ചിദാനന്ദത്തിലാണോ അവിടെ തന്നെയാണ് എല്ലാറ്റിൻ്റെയും പ്രഭവസ്ഥാനത്തെയും കാണേണ്ടത്. സുഷുപ്തിയിൽ മറഞ്ഞു കിടക്കുന്ന വാസന നനവു തട്ടാതിരിക്കുന്ന വിത്തുപോലെയാണ്. സങ്കല്പങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്നവും വ്യവഹാരവുമെല്ലാം സട ഉയർത്തി എണീറ്റു വരും. ഏകമായിരിക്കുന്നത് അനേകമായി പരിണമിക്കുമ്പോൾ
വൈരുദ്ധ്യം അതിലുണ്ടായേ മതിയാവൂ. അതു കണ്ട് അന്താളിക്കുമ്പോൾ മായ വന്നു പിടികൂടി എന്നു പറയാം.